ഞങ്ങളുടെ നാടായ മലപ്പുറത്തേക്ക് ആരാണ് ചേരുന്നത്? നമ്മളെ സ്വന്തം ശിവദാസ് ചേട്ടനാണ്. ശിവദാസ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ അയ്യപ്പന് ഞാൻ ഇതൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ശിവദാസ് ചേട്ടൻ നമ്മളെ എബ്രഹാം ഖുറേഷി പോലെയാ നിൽക്കുന്നത്. അത് വേണ്ടിയിരുന്നോ? ശിവദാസ് ചേട്ടാ എങ്ങനെയാണ് ഏട്ടാ ആവേശം? ഫുട്ബോൾ ആവേശം എങ്ങനെയുണ്ട് മലപ്പുറത്ത്? മുടിയിലാണ്. കാരണം 12:30 ആകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. കുട്ടികൾ രുടെ നാട് കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോകകപ്പൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്ന് എല്ലാ സമയവും സജീവമാണ്. എല്ലാ അങ്ങാടികളും എല്ലാ കവലകളും എല്ലാം തന്നെ സജീവമായിരിക്കും. എവിടെയും ഫുട്ബോൾ ചർച്ചകളായിരിക്കും. കാരണം മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത, ഫുട്ബോളിനെ നെഞ്ചിൽ ഏറ്റിയവരാണ് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും കഴിയുമ്പോൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടും. കാരണം വ്യത്യസ്ത രാജ്യങ്ങളുടെ ഫാൻസുകാർ ഉണ്ട്. അവർ തമ്മിലുള്ള വാക്കുതർക്കമൊക്കെ ഉണ്ടാകും. സൗഹൃദപരമായ വാക്കുതർക്കം തന്നെ ആയിരിക്കും അത്. ബ്രസീലിന് കുറേ ആരാധകരുണ്ട്, അർജന്റീനയ്ക്ക് ആരാധകരുണ്ട്, പോർച്ചുഗലിന്, ജർമ്മനിക്ക്, ഫ്രാൻസിന്, ഇറ്റലിക്ക് എല്ലാവർക്കും ആരാധകരുണ്ട്. ഇറ്റലിയൊന്നും ഇപ്രാവശ്യം ഈ വേൾഡ് കപ്പിൽ ഇല്ലെങ്കിൽ പോലും അവർക്കും ആരാധകർ ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് ഈ മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഫൈനൽ ആയിരിക്കുന്നു. അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ കപ്പ് ആർക്ക് എന്നുള്ളതാണ് ഏറ്റവും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എല്ലാവരും കാത്തിരിക്കുന്ന നിരവധി അർജന്റീന ആരാധകർ ഉള്ള ഒരു നാട് കൂടിയാണ് മലപ്പുറം ജില്ല. നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കുന്ന് ഭാഗത്താണ്. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. പല ആളുകളും ഈ കോട്ടക്കുന്നിലേക്ക് എത്തിയ പല ആളുകളുണ്ട്. അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആവേശം കാണാൻ. രാത്രി ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി അവർ അപ്പോ ശിവദാസ് ഏട്ടാ, അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമുക്ക് അതിനു മുമ്പ് ഈ മാജിക് സ്ക്രീൻ നോക്കൂ. മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് ലഭിക്കുന്നത്. എനിക്ക് മലപ്പുറത്തിനെ കാട്ടി ആവേശം എറണാകുളത്തിനാണോ? മിഥുൻ അയ്യപ്പ, എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? ഫുട്ബോൾ ആവേശം എങ്ങനെയാണ്? ചിത്രം വരയ്ക്കാൻ പോയോ? പറയൂ. യെസ്, തീർച്ചയായിട്ടും മലയാളത്തിന്റെ മെക്കയാണ് മലപ്പുറം എന്ന് പറയുന്നെങ്കിലും എറണാകുളം ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ്. കാരണം അറിയാം, എറണാകുളത്തൊക്കെ ആവേശം അങ്ങ് അല തല്ലുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ മുഖത്തെല്ലാം ചായം പൂശിയ ആളുകൾ ഈ ഫൈനൽ മത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്താണ്, സ്പെയിൻ ഫാനാണോ? ഇത്തവണ സ്പെയിൻ കപ്പെടുക്കുമോ? തീർച്ചയായിട്ടും എടുക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ ചാമ്പ്യനായിട്ടാണ്. അതെ, പറയാം, രണ്ടുപേരും എന്തായാലും സ്പെയിൻ കപ്പ് എടുക്കും. പറയൂ മിഥുൻ അയ്യപ്പൻ, നമ്മൾ ഈ സ്പെയിൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് പെയിന്റ് അടിക്കുന്നവരത്തെല്ലാം നമ്മൾ ചോദിക്കണം കേട്ടോ. മുന്നേ ഏതെങ്കിലും മറ്റ് ടീമിന്റെ ഫാൻ ആയിരുന്നോ എന്നിട്ട് തോറ്റത് കൊണ്ടാണോ ഇപ്പുറത്തെ ചാടിയെന്ന് നമ്മൾ ചോദിച്ചു പോകേണ്ടതുണ്ട്. കാര്യം ഇവിടെ ഒരു അശ്വതി നിൽപ്പുണ്ടേ. കാര്യം പോർച്ചുഗലിലാ തുടങ്ങിയത്, ഇപ്പൊ നമ്മളിപ്പോ സ്പെയിനിൽ വരെ എത്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ റൊണാൾഡോ ഫാൻ അല്ലേ മിഥുനെ? ഇല്ല, അശ്വതി 4 ജേഴ്സി ഇതിനിടയ്ക്ക് മാറ്റി വാങ്ങിയതാണ് കേട്ടത്. അശ്വതി 4 ജേഴ്സി ഇതിനിടയ്ക്ക് മാറ്റി വാങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. മിഥുൻ, ഞാൻ മറുപടി തരും കേട്ടോ. ഞങ്ങളൊക്കെ തുടക്കം മുതലേ ഒറ്റ ജേഴ്സി ഉള്ളൂ. ഒറ്റ ജേഴ്സി ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതെ, അവിടെ നിന്ന് ചോദിക്കുന്നേ, നേരത്തെ മുതലേ സ്പെയിൻ ആയിരുന്നോ അതോ ഇപ്പൊ വേറെ ടീം മാറി സ്പെയിൻ ആയോ? ഈ ലാസ്റ്റ് സെമി കഴിഞ്ഞതിന്റെ ശേഷം സ്പെയിൻ ആയിട്ടുള്ളൂ. അശ്വതി പോലെയാണ് സ്പെയിൻ ആളുകളും. എന്താണ് പറയുന്നത്? മറ്റേ കപ്പ് എടുക്കലും എന്നാ ഇത് അർജന്റീന കപ്പ് എടുക്കരുത് കോട്ടയാണെന്നുള്ളത് സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത്. നമ്മുടെ കൂടെ കുറച്ച് ഒരു മെസ്സിക്കുട്ടൻ. ആഹാ, എങ്ങനെയുണ്ട്? ഫൈനലിലേക്ക് എത്തി. കപ്പെടുക്കുവോ? അർജന്റീന കപ്പെടുക്കുവോ? ഈ ജേഴ്സിയിൽ ഇപ്പൊ 3 സ്റ്റാർ ഉണ്ട്. ഒരു സ്റ്റാറോടെയും കൂട്ടിച്ചേർക്കട്ടെ ഇത്തവണ. പേരെന്താ? റാസിലെ. എങ്ങനെയുണ്ട് ഇവിടെ കളിയൊക്കെ കാണാറുണ്ടോ രാത്രിയില്? ഇടയ്ക്ക്. ഇന്ന് കാണത്തില്ലേ? ഇന്ന് കാണില്ലേ? ജയിക്കത്തില്ലേ? എത്ര ഗോൾ അടിക്കും ഇന്ന് അർജന്റീന? ഒരു ഊഹം. 4 ഗോൾ അടിക്കും സ്പെയിനെതിരെ. ആഹാ, സ്പെയിൻ എത്ര അടിക്കും? 2. 4-2 ജയിക്കുന്നാണ് ഇപ്പൊ റാസിൽ പറഞ്ഞേക്കുന്നത്. മോന്റെ പ്രവചനം എങ്ങനെയാ? സ്പെയിൻ ജയിക്കും. ആഹാ, കൂടെ നിന്നിട്ട് അവൻ സ്പെയിനിന് വേണ്ടി നിൽക്കുവാണല്ലോ. ആരാ സ്പെയിനിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? ഞാൻ സംശയമുണ്ടോ? അർജന്റീന ഫാൻ. ഒരു സംശയമില്ല, അർജന്റീന. നിലപാട് വേണമടോ മിഥുൻ അയ്യപ്പ. കിട്ടിയിട്ടുണ്ട്, അശ്വതിയുടെ ഫാൻ കിട്ടിയിട്ടുണ്ട്. അശ്വതി കളം മൊത്തം അശ്വതിക്ക് എതിരാണല്ലോ. അശ്വതി നമ്മൾ ഒരു പാലത്തിൽ നിൽക്കേണ്ട ആളാണ്. അപ്പോ ഇല്ല കേട്ടോ, ഇല്ല.
ഞാൻ 2006 മുതൽ അർജന്റീന ഫാനാണ്. അർജന്റീന എന്റെ ഫേസ്ബുക്ക് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, ഫുൾ അർജന്റീന ഫാനാണ്. തൽക്കാലം സമയമില്ല കേട്ടോ. മിഥുനെ ഇന്ന് ആര് ജയിക്കും, എന്തായിരിക്കും സംഭവിക്കും? മിഥുൻ ഒരു ഗംഭീര ഫുട്ബോൾ ആരാധകൻ കൂടിയാണ്. മിഥുന ഇന്ന് എന്തും സംഭവിക്കാവുന്ന രാത്രിയാണ്. നമ്മൾ ഇനി ഒരു ആരാധകൻ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ശരിക്കും ആ കളികളൊക്കെ വളരെ വിശകലനം ചെയ്യുന്ന ഒരു ഫുട്ബോൾ എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ ഒരു അഭിപ്രായം. എന്നോടാണോ? അതെ അതെ. ഈ നമ്മുടെ കഴിഞ്ഞ കളികളുടെ എല്ലാം ഒരു അതായത് കൂടുതൽ ഗോള് വഴങ്ങിയിട്ടില്ല, ഗോളുകൾ അധികം വഴങ്ങാത്തൊരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ സ്പെയിനിന് സാധ്യതയുണ്ട് എന്നെല്ലാം പറയുമ്പോഴും പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നമുക്കങ്ങനെ ആ ഒരു നിഷ്പക്ഷമായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ 10 മിനിറ്റ് മാത്രം മതി അർജന്റീനയ്ക്ക് തിരികെ വരാൻ. പറഞ്ഞോളൂ മിഥുൻ. ഒരു പന്തയം വെക്കാം, അർജന്റീന ജയിക്കുവാണെങ്കിൽ സ്പെയിൻ ജയിക്കുവാണെങ്കിൽ മിഥുൻ എന്ത് ബെറ്റാണ് ഏറ്റെടുക്കാൻ തയ്യാറ്? നല്ല മീശയുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല താടിയുണ്ട്. മീശയിലും മുടിയിലും തട്ടില്ല, മീശയിലും താടിയിലൊന്നും തൊട്ടുള്ള യാതൊരു ബെറ്റുമില്ല. പക്ഷെ എനിക്കിന്ന് നമ്മുടെ ഡ്രൈവറായിരുന്ന സാബു ചേട്ടൻ എനിക്കിന്നൊരു ബിരിയാണി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സെമിയിൽ തോൽക്കൂ എന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചതാണ്. സെമിയിൽ അർജന്റീന തോൽക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ സാബു ചേട്ടൻ ബെറ്റ് വെച്ചിരുന്നു. ആ ബെറ്റിന്റെ ബിരിയാണി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നാളെ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജയിച്ച 2 ബിരിയാണിയാണ്, ഇല്ലെങ്കിൽ 1 ബിരിയാണി. അത്രയാണ്. എന്തായാലും ബിരിയാണി ഉറപ്പാണ്. സർപ്രൈസ് ഉണ്ട്. അനകയിലേക്കൊന്ന് പോകണം. അനക കടപ്പുറത്താണ് കേട്ടോ. കോഴിക്കോടല്ലേ? കടപ്പുറത്താണ് ആവേശം, ഫുട്ബോൾ ആവേശം നിലനിൽക്കുന്നത്. അതെ, അനകയെ ആര് കൊണ്ടുപോകും കപ്പ്? അശ്വതി, ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഫുട്ബോൾ ആവേശം എന്ന് പറഞ്ഞാൽ അത് വലിയ ആവേശമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീച്ചിലാണ്. ബീച്ചിൽ കുറേ കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കോഴിക്കോട് നഗരവും നാടുമൊക്കെ ഈ ഫുട്ബോൾ ആവേശത്തിലേക്ക് കടക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഈ കുട്ടികളൊക്കെ വലിയ കളിയുടെ ഒരു ആവേശത്തിലാണ്, തിരക്കിലാണ് എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഇവരുടെ ആര് ജയിക്കും ആര് വീഴും എന്നൊക്കെ കുട്ടികളോട് ചോദിക്കേണ്ടതുണ്ട്. ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നേ? അർജന്റീന. ഉറപ്പാണോ? ഇവർ ഈ കളി എത്ര ഗോൾ അടിക്കും മെസ്സി? 3 ഗോൾ അടിക്കും. എതിർ ടീമോ? എതിർ ടീം ഉണ്ടാ ഒന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മെസ്സി അല്ലാത്ത? എല്ലാരും മെസ്സി ഫാൻസ് ആണോ? ഇല്ല, റൊണാൾഡോ